എലപ്പുള്ളി മദ്യനിർമ്മാണശാല LDF മുന്നണിയിൽ തീരുമാനമായെങ്കിലും CPIയുടെ എതിർപ്പ് തുടരുകയാണ്. മദ്യപ്ലാന്റ് എലപ്പുള്ളിയിൽ നിന്നും മാറ്റിക്കൂടെ എന്നാണ് CPI സംസ്ഥാന സെക്രട്ടറി ബിനോയ് വിശ്വം മുന്നണി യോഗത്തിൽ ഉന്നയിച്ചത്. ഈ വിഷയം അടുത്ത CPI എക്സിക്യൂട്ടീവിൽ വീണ്ടും ചർച്ചയാകും. ശാലിനി ചേരുന്നുണ്ട്. ശാലിനി, കഴിഞ്ഞ ദിവസം കടുത്ത അതൃപ്തി ഉണ്ടായിരുന്നു ഈ ഒരു വിഷയത്തിൽ. കാരണം മദ്യപ്ലാന്റുമായി മുന്നോട്ട് പോകുമെന്ന് മുഖ്യമന്ത്രിയുടെ തീരുമാനത്തിന് പിന്നാലെ RJDയും CPIയും ഇതിൽ കടുത്ത അതൃപ്തി രേഖപ്പെടുത്തുന്ന ഒരു സാഹചര്യം ഉണ്ടായിരുന്നു. ഇതിനു മുൻപും ചില കാര്യങ്ങൾ മുഖ്യമന്ത്രിയും MV ഗോവിന്ദനും മാത്രം ഏകപക്ഷീയമായി തീരുമാനിക്കുന്നു എന്ന് ചൂണ്ടിക്കാണിച്ചുകൊണ്ട് പ്രധാന സഖ്യകക്ഷികളായ CPI അടക്കം രംഗത്ത് വന്നിരുന്ന ഒരു സാഹചര്യം ഉണ്ടല്ലോ. CPIയെ പിണക്കിക്കൊണ്ട് ഇതുമായി മുന്നോട്ട് പോകാൻ എത്രത്തോളം സർക്കാരിന് കഴിയും? എലപ്പുള്ളി മദ്യനിർമ്മാണശാല LDF മുന്നണിയിൽ തീരുമാനമായെങ്കിലും CPIയുടെ മുന്നണിയിൽ തന്നെ ഒരു തർക്കം, അത് നേരത്തെ ദേവി പറഞ്ഞതുപോലെ മുന്നണിയിൽ തന്നെ ഒരു തർക്കം അതുമായി ബന്ധപ്പെട്ട് രൂപപ്പെട്ടിട്ടുണ്ട്. വിവിധ സഖ്യകക്ഷികൾ. ശാലിനി തുടരുന്നുണ്ട്. ശാലിനി, നമുക്കറിയാം ഈ CPIയെയും RJDയെയും പിണക്കിക്കൊണ്ട് അല്ലെങ്കിൽ അവരുടെ എതിർപ്പ് അവഗണിച്ചുകൊണ്ട് മദ്യപ്ലാന്റുമായി മുന്നോട്ട് പോവുക എന്ന് പറയുന്നത് CPMനെ സംബന്ധിച്ചിടത്തോളം അല്ലെങ്കിൽ സർക്കാരിനെ സംബന്ധിച്ചിടത്തോളം എത്രത്തോളം ശ്രമകരമാണ്? ദേവിക, ഇന്നലെയാണ് നീണ്ട ഇടവേളയ്ക്ക് ശേഷം CPIയുടെ സംസ്ഥാന ഓഫീസിൽ LDFന്റെ യോഗം ചേർന്നിരുന്നു. ഇടതുമുന്നണി യോഗം ചേർന്ന യോഗത്തിൽ മദ്യപ്ലാന്റുമായി മുന്നോട്ട് പോകാനുള്ള ധാരണയിലേക്കും തീരുമാനത്തിലേക്കും ഒക്കെ വന്നതുമാണ്. പക്ഷേ ഇപ്പോഴും RJDയും CPIയും ഒക്കെ ഈ മദ്യപ്ലാന്റ് എലപ്പുള്ളിയിൽ സ്ഥാപിക്കുന്നതുമായി ബന്ധപ്പെട്ട് വലിയ രീതിയിലുള്ള വിമർശനം ഉന്നയിക്കുന്നുണ്ട്. അവരുടെ എതിർ അഭിപ്രായങ്ങൾ തുടരുകയും ചെയ്യുകയാണ്. നമ്മൾ മനസ്സിലാക്കുന്നത് മദ്യപ്ലാന്റ് അവിടെ നിന്നും മാറ്റിക്കൂടെ എന്നൊരു ചോദ്യമാണ് ഈ ഘട്ടത്തിലും CPI ചോദിക്കുന്നത്. സംസ്ഥാന സെക്രട്ടറി ബിനോയ് വിശ്വം അടക്കമുള്ളവർ ഇന്നലെ ചേർന്ന ഇടതുമുന്നണി യോഗത്തിലും ഈ ആവശ്യം മുന്നോട്ട് വെച്ചിട്ടുണ്ട്. കഴിഞ്ഞ ദിവസങ്ങളിൽ ഈ ഒരു വിഷയം ഉയർന്ന അന്നു മുതൽ ഈ ഒരു വിഷയത്തിൽ തുടക്കം മുതൽ തന്നെ CPI സ്വീകരിക്കുന്ന നിലപാട് ഇത്തരത്തിലൊരു മദ്യപ്ലാന്റ് വേണോ, അത് എലപ്പുള്ളിയിൽ തന്നെ സ്ഥാപിക്കണമോ, എന്താണ് സർക്കാർ ഉദ്ദേശിക്കുന്നത്, അവിടുത്തെ ആശങ്കകൾ, ജനങ്ങളുടെ ആകുലതകൾ ഇതൊക്കെ മുൻനിർത്തിക്കൊണ്ട് അതൊക്കെ പരിഹരിച്ചിട്ട് വേണ്ട നടപടികളുമായി മുന്നോട്ട് പോകാൻ എന്നുള്ളതാണ് CPI അന്നു മുതൽ ഉയർത്തുന്ന പ്രധാനപ്പെട്ട ചോദ്യം. സമാനമായി തന്നെയാണ് ഇന്നലത്തെ ഇടതുമുന്നണി യോഗത്തിലും CPIയുടെ സംസ്ഥാന സെക്രട്ടറി ബിനോയ് വിശ്വം ഈ ആവശ്യം ഉന്നയിച്ചിട്ടുള്ളത്. ഈ വിഷയം അടുത്ത CPIയുടെ എക്സിക്യൂട്ടീവ്, സംസ്ഥാന എക്സിക്യൂട്ടീവിൽ വിശദമായി ചർച്ച ചെയ്യുമെന്നുള്ളതാണ് നമ്മൾ മനസ്സിലാക്കുന്നത്. അതിനുശേഷമായിരിക്കും ഒരു അന്തിമ തീരുമാനത്തിലേക്ക് CPI എത്തുക. അതല്ല എന്നുണ്ടെങ്കിൽ മന്ത്രി അടക്കമുള്ളവരുമായി വലിയ രീതിയിലുള്ള ചർച്ചയിലേക്കും ഈ തീരുമാനം പിൻവലിക്കാനുള്ള നടപടിയിലേക്കും CPI കടക്കുമെന്നുള്ളതിൽ സംശയമില്ല. മുൻപ് മന്ത്രിസഭാ യോഗത്തിൽ തീരുമാനം ആയതിനു തൊട്ടു പിന്നാലെ തന്നെ CPI അവരുടെ അതൃപ്തി രേഖപ്പെടുത്തിക്കൊണ്ട് രംഗത്ത് വന്നിരുന്നു. അന്ന് തന്നെ എക്സൈസ് മന്ത്രിയുമായി CPIയുടെ സംസ്ഥാന സെക്രട്ടറി കൂടിക്കാഴ്ച നടത്തുന്ന ഒരു സാഹചര്യം, ഈ ആശങ്കകൾ, ആകുലതകൾ അടക്കമുള്ള കാര്യങ്ങൾ അവരെ അറിയിക്കുന്ന ഒരു പശ്ചാത്തലമൊക്കെ അന്നുണ്ടായതുമാണ്. സമാനമായ ഒരു സാഹചര്യം തന്നെയാണ് ഈ ഘട്ടത്തിലും നടക്കുന്നത്. നിലവിൽ മുഖ്യമന്ത്രി അടക്കമുള്ളവർ എലപ്പുള്ളിയിലെ മദ്യപ്ലാന്റുമായി മുന്നോട്ട് പോകുന്നു, വ്യവസായങ്ങൾ വന്നാൽ നടപ്പിലാക്കുമെന്ന് സംസ്ഥാനത്തെ നിയമസഭാ സമ്മേളനത്തിലടക്കം ആവർത്തിക്കുന്ന മുഖ്യമന്ത്രി, അതിനിടയിലാണ് ഇടതുമുന്നണിക്കുള്ളിൽ നിന്ന് തന്നെ പ്രധാനപ്പെട്ട മുന്നണികൾ വലിയ രീതിയിലുള്ള വിമർശനം ഇക്കാര്യത്തിൽ ഉയർത്തുന്നത്. അതിൽ CPI പിണക്കിക്കൊണ്ട് മുന്നോട്ട് പോകാനാകില്ല എന്നുള്ളതാണ് ഏറ്റവും ശ്രദ്ധേയമായിട്ടുള്ള കാര്യം. എന്തായാലും വരുന്ന CPIയുടെ എക്സിക്യൂട്ടീവ് വിഷയം വിശദമായി തന്നെ ചർച്ച ചെയ്യും. അതിനുശേഷമായിരിക്കും എലപ്പുള്ളി പ്ലാന്റ് അവിടെ നിന്ന് മാറ്റി സ്ഥാപിക്കണമോ അതോ മറ്റേതെങ്കിലും തരത്തിലുള്ള നടപടികൾ ഇക്കാര്യത്തിൽ സ്വീകരിക്കണമോ എന്നുള്ള ഔദ്യോഗികമായ ഒരു തീരുമാനം ഉണ്ടാകും. എന്തായാലും നിലവിൽ മദ്യനിർമ്മാണശാല സ്ഥാപിക്കുന്ന എലപ്പുള്ളി പഞ്ചായത്തിൽ കുടിവെള്ള പ്രശ്നം ഉണ്ടാകുമോ എന്ന ആശങ്ക അത് CPI ഉയർത്തിയിരിക്കുകയാണ്. ഇന്നലെ ഇടതുമുന്നണി യോഗത്തിലും ഈ ആശങ്കകൾ അവർ ഉയർത്തുകയും ചെയ്തിട്ടുണ്ട്. എന്തായാലും അക്കാര്യത്തിലടക്കം ഒരു തീരുമാനം എടുക്കാതെ മുന്നോട്ട് പോകാൻ കഴിയില്ല എന്നുള്ളതാണ് CPI ഇപ്പോൾ വ്യക്തമാക്കിയിട്ടുള്ളത്. എന്തായാലും അടുത്ത എക്സിക്യൂട്ടീവ് വിശദമായി ചർച്ച ചെയ്തതിനു ശേഷം സംസ്ഥാന നേതൃത്വത്തെ ഈ വിവരം അറിയിക്കും. അതിനുശേഷമായിരിക്കും എന്ത് നടപടി ഇനി സർക്കാർ സ്വീകരിക്കും അത് കണ്ടറിയേണ്ടത്. എന്തായാലും മുന്നണിക്കുള്ളിൽ ഈ ഒരു മദ്യ വിഷയം, ഒപ്പം തന്നെ ഈ എലപ്പുള്ളിയിലെ മദ്യപ്ലാന്റും അടക്കമുള്ള വിഷയങ്ങളിൽ വലിയ രീതിയിലുള്ള പൊട്ടിത്തെറി ഉടലെടുത്തിരിക്കുകയാണ്. ദേവിക, ശരി. എന്തായാലും CPIയും RJDയും ഈ വിഷയത്തിൽ കടുത്ത അതൃപ്തിയാണ് രേഖപ്പെടുത്തുന്നത്. ഇനി വരുന്ന ദിവസങ്ങൾ നിർണായകമായിരിക്കാം. കാരണം അവരുടെ എതിർപ്പ് അവഗണിച്ചുകൊണ്ട് എങ്ങനെയാണ് ഈ മദ്യപ്ലാന്റുമായി മുന്നോട്ട് പോവുക എന്നുള്ള കാര്യത്തിൽ സർക്കാരിന് വീണ്ടും ആശയക്കുഴപ്പം ഉണ്ടാകാനുള്ള സാധ്യത വളരെ കൂടുതലാണ്.